നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണതോടെ CPMന്റെ അടുത്ത ഉന്നം ഷാഫി പറമ്പിലാണോ? ഷാഫിക്കെതിരെ ചില കുരുക്കുകൾ CPM ശക്തമായി മുറുക്കുന്നുവെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഷാഫിക്കെതിരെ കടുത്ത ചില ആരോപണങ്ങൾ ഉയരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഷാഫി പറമ്പലിനെ CPM തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ നേരത്തെ തന്നെ പെടുത്തി കഴിഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമായിരുന്നുവെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കോൺഗ്രസിൽ ഷാഫിക്കെതിരെ പ്രവർത്തിക്കുന്ന വിഭാഗവും അതേസമയം CPMലും ഷാഫിക്കെതിരെ പ്രവർത്തിക്കുന്ന വിഭാഗവും ഒരുപോലെ ഷാഫിയെ വീഴ്ത്താനുള്ള മാർഗങ്ങൾ ആരായുകയായിരുന്നത്രേ. അങ്ങനെയാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആ പിടി നീണത്. രാഹുൽ ഏറെക്കുറെ നിലം പറ്റി കഴിഞ്ഞപ്പോൾ രാഹുലിൻ്റെ പിന്നിൽ നിൽക്കുന്ന യഥാർത്ഥ ശക്തി, അതായത് ഷാഫി പറമ്പലിന് നേരെ ആ കൈകൾ നീളാൻ തുടങ്ങി. CPM കൃത്യമായി ഷാഫിയെ നോട്ടമിട്ട് വച്ചിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് ഷാഫി CPMന്റെ നോട്ടപ്പുള്ളിയായത്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത്. വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ക്രൗഡ് പുള്ളറാണ് ഷാഫി പറമ്പിൽ. കോൺഗ്രസിലെ ഇന്നത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർമാരിൽ ഒരാളെന്ന് ഷാഫി പറമ്പിലിനെ നിസ്സംശയം വിശേഷിപ്പിക്കാം. K മുരളീധരൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ ഏതാനും ക്രൗഡ് പുള്ളർമാരെ ഇപ്പോൾ കോൺഗ്രസിൽ അവശേഷിക്കുന്നുള്ളൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ KK ശൈലജയെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് CPM ഷാഫിയെ നോട്ടമിട്ടിരുന്നു. ശൈലജ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് CPMന് നന്നായി മനസ്സിലായി. CPMന്റെ ഏറ്റവും പോപ്പുലർ കാൻഡിഡേറ്റ് ആയിരുന്നു ശൈലജ ടീച്ചർ. കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ നൽകിയ സേവനങ്ങളെല്ലാം പൊലിപ്പിച്ച് കേരളീയ സമൂഹത്തിന് മുന്നിൽ CPM അവതരിപ്പിച്ചത് വെറുതെ ആയിരുന്നില്ല. കാരണം ശൈലജയെ ചില സ്ഥലങ്ങളിലേക്ക് പ്ലേസ് ചെയ്യേണ്ട ആവശ്യകത CPMനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടുപ്പിക്കാൻ പിണറായി വിജയൻ സമ്മതിച്ചില്ലെങ്കിലും അതിന് താഴെ ഏത് സ്ഥാനവും ശൈലജയ്ക്ക് കൊടുക്കാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തിരുന്നു. അങ്ങനെയാണ് CPMന്റെ ലോക്സഭയിലെ നേതാവാക്കാൻ വേണ്ടി KK ശൈലജയെ വടകരയിൽ നിന്നും, CPMന്റെ ഉറച്ച സീറ്റായ വടകരയിൽ നിന്നും ഡൽഹിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഷാഫി പറമ്പിലാണ് സ്ഥാനാർത്ഥി എന്നത് അറിഞ്ഞതോടെ CPMന് ആകെ അങ്കലാപ്പായി. ന്യൂനപക്ഷ വോട്ടുകളെ ആകർഷിക്കാനുള്ള ഷാഫിയുടെ കഴിവും കരുത്തും CPMനെ അക്ഷരാർത്ഥത്തിൽ ദോഷം കൊള്ളിച്ചു. ഏത് മാർഗം അവലംബിച്ചിട്ടും ഷാഫിയെ തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് CPMന്റെ വീഴ്ചയായി പാർട്ടി വിലയിരുത്തി. അവസാനം കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള പല കാര്യങ്ങളും ഇറക്കിക്കൊണ്ട് ഷാഫിയെ കൂട്ടാൻ CPM ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലവത്തായില്ലെന്ന് മാത്രമല്ല വലിയ മാർജിനിൽ. കാരണം CPMന്റെ കുത്തക മണ്ഡലത്തിൽ 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരം തന്നെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 തവണ മത്സരിച്ച് വിജയിച്ചതും അത്രയ്ക്ക് വലിയ ഭൂരിപക്ഷത്തിലായിരുന്നില്ല. ഈ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമൊന്നും മുല്ലപ്പള്ളിക്ക് കിട്ടിയില്ല, എത്ര വലിയ നേതാവിട്ട് പോലും. അതിനു മുമ്പ് CPM തന്നെയായിരുന്നു അവിടെ വിജയിച്ചുകൊണ്ടിരുന്നത്. KP ഉണ്ണികൃഷ്ണൻ 25 വർഷം MP ആയത് CPMന്റെ പുനരോടുകൂടിയാണ്. പിന്നീട് ഓബർനെ പോലെയും ലതികയെ പോലെയുമുള്ള CPM നേതാക്കൾ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു. കാരണം വടകര എന്നും CPMന്റെ ഉറച്ച കൈവിടാനാകാത്ത മണ്ഡലമായിരുന്നു. അവിടെയാണ് ഷാഫി പറമ്പിൽ ഇടിച്ചു കയറി നെടുകെ പുലർത്തി കോൺഗ്രസിൻ്റെ മണ്ഡലമാക്കി തീർത്തത്. ഇനി ഷാഫിയെ അവിടെ നിന്ന് വെട്ടുകാത്ത എളുപ്പമല്ലെന്ന് CPMന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അടുത്ത റൗണ്ടിൽ ഷാഫിയെ തന്നെ പിടിക്കാനുള്ള ഉദ്ദേശത്തിനാണ് CPM മുന്നോട്ട് നീങ്ങുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഷാഫിയിലേക്ക് എത്താനുള്ളൊരു വഴി മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ CPMന്റെ പ്രമുഖ നേതാക്കളടക്കം പറയുന്നത്. കാരണം ഷാഫിക്കെതിരെ CPM നേതാക്കൾ വടകരയിൽ നടത്തിയ പല പ്രതിഷേധ പ്രകടനങ്ങളിലും ഉയർന്നു ഘട്ടം മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളുമെല്ലാം അടുത്തത് നീ തന്നെയാണ് നോക്കിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഷാഫിയെ കൈകാര്യം ചെയ്യാൻ CPM തീരുമാനിച്ചിരുന്നു. കാരണം കോൺഗ്രസിൽ ഉയർന്നു വരുന്ന ഒരു മുസ്ലിം ഫേസ് വളരെ തങ്ങൾക്ക് അപകടം ചെയ്യുമെന്ന് CPMന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാഫിയെ വീഴ്ത്താനുള്ള പഠിച്ച പണി 18ഉം അവർ പയറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കിട്ടിയത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഷാഫിയെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ CPM ആവിഷ്കരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിൽ കൃത്യമായ ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പാർട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.